വിജയവും പരാജയവും ജീവിതത്തിന്റെ അനിവാര്യതയാണെന്ന് നാം അംഗീകരിക്കേണ്ടതുണ്ട്. എല്ലാവർക്കും എല്ലായിടത്തും വിജയിക്കാൻ സാധിക്കില്ല. പരാജയത്തെ അംഗീകരിക്കാനും അതിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊള്ളാനുമാണ് നാം പരിശ്രമിക്കേണ്ടത്. നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് മാത്രമല്ല, മറ്റുള്ളവരുടെ ഇടപെടലുകൾ കൊണ്ടും ബാഹ്യശക്തികളുടെ സമ്മർദ്ദം കൊണ്ടും നമുക്ക് പരാജയമുണ്ടാകാം. അതൊന്നും നമ്മുടെ നിയന്ത്രണത്തിലല്ല താനും. പരാജയങ്ങളെ അംഗീകരിക്കാനും സമചിത്തതയോടെ അവയെ നേരിടാനും നാം പരിശീലിക്കേണ്ടതുണ്ട്. അഥവാ നമ്മുടെ മനസ്സുകളെ പാകപ്പെടുത്തേണ്ടതുണ്ട്. സന്തോഷമുണ്ടെങ്കിൽ ദുഃഖവുമുണ്ട്, കയറ്റമുണ്ടെങ്കിൽ ഇറക്കവുമുണ്ട്. ഈ തത്വം നാം പൂർണ്ണമായും ഉൾക്കൊള്ളുക തന്നെ വേണം. പരാജയങ്ങളിൽ മനസ്സ് മടുത്ത് പിൻവാങ്ങാനല്ല, കൂടുതൽ തീക്ഷ്ണതയോടെ കുതിക്കാനാണ് നാം കച്ചകെട്ടേണ്ടത്. പുലി പതുങ്ങുന്നത് പിന്തിരിയാനല്ല, വീണ്ടും കുതിക്കാനാണ് എന്ന് പറയും പോലെ പരാജയങ്ങളുടെ ചാരത്തിൽ നിന്നും കുതിച്ചുയരാനാണ് നാം വെമ്പേണ്ടത്. അസാമാന്യമായ മനക്കരുത്തുള്ളവർക്ക് അതൊക്കെ സാധ്യമാകും. ഈ മനക്കരുത്താണ് നാം സ്വായത്തമാക്കേണ്ടത്. പരാജയങ്ങളുടെ ഇരുളിൽ നിന്നും ചിറകടിച്ചു പറന്ന ആയിരക്കണക്കിന് ആളുകളെ പറ്റി നാം കേട്ടിട്ടുണ്ട്. തളരാത്ത മനസ്സും നിശ്ചയദാർഢ്യവും അർപ്പണ ബുദ്ധിയോടെ അധ്വാനിക്കാനുള്ള മനസ്സുമാണ് അവരെ അത്തരം സാഹചര്യങ്ങളിൽ നിന്നും കരകയറ്റിയത്. അത്തരമൊരു ചരിത്രമാണ് സ്കോട്ട്ലൻഡ് രാജാവായിരുന്ന റോബർട്ട് ബ്രൂസിൻ്റെത്. 14-ാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകങ്ങളിൽ സ്കോട്ട്ലൻഡിന്റെ രാജാവായിരുന്നു റോബർട്ട് ബ്രൂസ്. 1306 സ്കോട്ട്ലൻഡിന്റെ രാജാവായി റോബർട്ട് ബ്രൂസ് വാഴിക്കപ്പെട്ടു. സ്കോട്ട്ലൻഡിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ബ്രിട്ടീഷുകാർക്കെതിരെ നിരന്തരം പോരാട്ടം നടത്തി വന്നിരുന്ന നാളുകളായിരുന്നു അത്. റോബർട്ട് ബ്രൂസിന്റെ സൈന്യത്തെ ബ്രിട്ടീഷുകാർ നിരന്തരം പരാജയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. യുദ്ധത്തിന്റെ ഒരു വേളയിൽ ബ്രൂസിന് ഒരു കാട്ടിലേക്ക് ഒളിച്ചോടേണ്ടി വന്നു. പരാജിതനായ ബ്രൂസ് അവിടെയുള്ള ഒരു ഗുഹയിൽ ഒളിച്ചു താമസിക്കുകയാണ്. അപ്പോഴാണ് തനിക്ക് പ്രചോദനമേകുന്ന ഒരു കാഴ്ച അദ്ദേഹം അവിടെ കാണുന്നത്. ഒരു ചെറിയ എട്ടുകാലി വല നെയ്തെടുക്കാൻ ശ്രമിക്കുകയാണ്. പലവട്ടം അത് ശ്രമിച്ചു. ഓരോ വട്ടവും എട്ടുകാലി പരാജിതനായി താഴെ വീഴുകയാണ്. പിന്നെയും അത് അവിടെ നിന്ന് എഴുന്നേറ്റ് വീണ്ടും പരിശ്രമിക്കുന്നു. ഒരുപാട് പ്രാവശ്യത്തെ പരിശ്രമത്തിന് ശേഷം ആ ചെറിയ എട്ടുകാലി തന്റെ ദൗത്യത്തിൽ വിജയിക്കുന്നു. വല നെയ്യൽ വിജയകരമായി പൂർത്തിയാക്കുന്നു. ബ്രൂസ് തന്റെ കാര്യവും ഇതുപോലെയാണെന്ന് തിരിച്ചറിയുന്നു. ഒരുപാട് തവണ തന്റെ സൈന്യം, രാജ്യം പരാജയപ്പെട്ടിരിക്കുന്നു. പക്ഷെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം എന്ന ലക്ഷ്യത്തിൽ നിന്ന് പിന്നോട്ട് പോയിക്കൂടാ. എട്ടുകാലിയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട റോബർട്ട് ബ്രൂസ് മനഃശക്തിയോടെ തിരികെ പോയി. അങ്ങനെ 1314 ഇംഗ്ലീഷുകാർക്കെതിരെ ബ്രൂസിന്റെ നേതൃത്വത്തിൽ നടന്ന ബനോക്ക്ബേൺ യുദ്ധത്തിൽ സ്കോട്ട്ലൻഡ് വിജയിച്ചു. സ്കോട്ട്ലൻഡിന്റെ സ്വാതന്ത്ര്യ സമരങ്ങൾക്ക് ഈ യുദ്ധവിജയം നൽകിയ പ്രചോദനം ചെറുതായിരുന്നില്ല. ബ്രൂസിന്റെ നേതൃത്വത്തിൽ തുടർ വർഷങ്ങളിലുണ്ടായ നിരന്തരം പോരാട്ടങ്ങൾക്കും കരാറുകൾക്കും ശേഷം 1328 സ്കോട്ട്ലൻഡ് സ്വാതന്ത്ര്യം നേടുകയും ചെയ്തു. സ്വാതന്ത്ര്യ ലബ്ധിയുടെ നാളുകളിൽ റോബർട്ട് ബ്രൂസ് തന്നെയായിരുന്നു സ്കോട്ട്ലൻഡിന്റെ രാജാവ്. 1329 അദ്ദേഹം മരണമടയുന്നത്. നമുക്ക് പ്രചോദനമേകുന്ന ഒട്ടേറെ കാഴ്ചകൾ നമുക്ക് ചുറ്റും തന്നെയുണ്ട്. അവയെ കാണാനും അതിൽ നിന്നുമൊക്കെ പ്രചോദനം ഉൾക്കൊള്ളാനും നമുക്ക് സാധിച്ചാൽ നമ്മുടെയൊക്കെ മനോഭാവങ്ങളും സമീപനങ്ങളും ജീവിതങ്ങളുമൊക്കെ മാറി മറിയുക തന്നെ ചെയ്യും.